തുറമുഖത്ത് MSCയുമായി ഓഹരി പങ്കാളിത്തത്തിന് ശ്രമിച്ച അദാനി കമ്പനിയുടെ നീക്കം ഇപ്പോ CPM-ലെ ഒരു വിഭാഗീയതയുടെ തീരത്തേക്കാണ് നങ്കൂരമിടുന്നത്. MSCക്ക് ഓഹരികൾ വിൽക്കാനുള്ള നീക്കത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കണ്ണൂരിലെ പാർട്ടിയിൽ നിന്നാണ് എതിർ ശബ്ദങ്ങൾ ഉയരുന്നത്. ഇന്നലെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത് EP ജയരാജനാണ്. അത് നമ്മളൊക്കെ കേട്ടു. ഇന്ന് PK ശ്രീമതിയും KK ശൈലജയും ഒക്കെ രംഗത്തെത്തുന്നുണ്ട്. MD സ്ഥാനത്ത് നിന്ന് ദിവ്യ S അയ്യരെ മാറ്റിയതിൽ അസ്വാഭാവികതയുണ്ടെന്ന KK രാഗേഷിന്റെ വാദം തള്ളുകയാണ് PK ശ്രീമതി ടീച്ചർ. അല്ല, കണ്ണൂർ ജില്ലാ സെക്രട്ടറി മാത്രം എന്തിനു പറയുന്നു എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അത് അദ്ദേഹത്തിനോട് കൂടി ചോദിക്കുമ്പം വ്യക്തമാവും. എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കും അറിയില്ല. എന്തുകൊണ്ടാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് എന്ന് ഞാൻ ചോദിച്ചില്ല. KK രാഗേഷിനെ അനുകൂലിക്കുന്നില്ല. അല്ല, അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തി. ആ പ്രസ്താവനകൾ നടത്തിയതിൻ്റെ അതിന് സ്പെസിഫിക്കായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ആളുകൾക്ക് ബോധ്യപ്പെടും. മുഖ്യമന്ത്രിയും പറയേണ്ടതുണ്ട്. കാരണം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്ന് മുഖ്യമന്ത്രി പറയുന്നതിനേക്കാൾ പറയുന്നതാണ് നല്ലത്. ഒന്ന്, രാഗേഷ് ഈ കാര്യം പറയുമ്പോൾ അതിൽ ഇന്നിന്ന കാരണങ്ങളാൽ ആണ് എന്നുള്ളത് അത് പറയണം. അപ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെടും. ശരിയാണ്. PK ശ്രീമതി പറഞ്ഞതുപോലെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കേണ്ട, അല്ലെങ്കിൽ എന്താണ് ആ മാറ്റാനുള്ള കാരണങ്ങൾ അത് നമുക്കറിയാം എന്ന് പറയുമ്പോൾ അതെന്താണ് ആ കാരണങ്ങൾ, അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തും വേണ്ട, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തും വേണ്ട എന്നതാണ് ശ്രീമതി ടീച്ചറിന്റെ പക്ഷം. അത് വളരെ ശരിയുമാണ്. സർക്കാർ മാറുമ്പോൾ ഉദ്യോഗസ്ഥരെ മാറ്റുന്നതൊക്കെ അത്ര വിവാദമാക്കേണ്ടതില്ലെന്നാണ് കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയുടെയും അഭിപ്രായം. IAS ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വം അതത് ഗവൺമെൻറ്റുകളുടെ പോളിസി നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏറ്റവും നന്നായിട്ടത് നിർവഹിച്ചിട്ടുള്ള ആളാണ് ദിവ്യ S അയ്യർ. എന്നാൽ പൊതുവായി ഉദ്യോഗസ്ഥന്മാരുടെ മാറ്റത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറുണ്ട്. അത്ര സിമ്പിളായിട്ട് പറഞ്ഞൊരു കാര്യം ഈ പാർട്ടിക്കകത്ത് എന്തോ ഭിന്നാഭിപ്രായമുണ്ട് എന്നുള്ള മട്ടിലാണ് നിങ്ങൾ ചിലർ പ്രചരിപ്പിച്ചത്. അല്ല, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ UDF ഇപ്പോൾ കൈക്കൊള്ളുന്ന നടപടി ശരിയല്ല. അത് പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത് ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് ഇതിനകത്ത് താല്പര്യം എന്നുള്ള കാര്യമാണ്. അല്ല, അദ്ദേഹം അന്ന് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കുന്ന പ്രവർത്തനം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേതൃത്വപരമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ആ രീതിയിലാണ് അദ്ദേഹം അഭിപ്രായം പറയുന്നത്. അദാനിയെ സഹായിക്കാൻ വേണ്ടിയാണ് ദിവ്യ S അയ്യരെ സർക്കാർ മാറ്റിയതെന്ന ആരോപണത്തോട് പക്ഷേ അവരൊന്നും യോജിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഈ വിഷയത്തിൽ ഏതാണ്ട് ഒറ്റപ്പെടുകയാണെന്ന് ചുരുക്കം. അതിന് പിണറായി വിജയന്റെ നിലപാടുകളോട് കൂടിയുള്ള വിയോജിപ്പാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ രാഗേഷിന്റെ നിലപാടുകൾക്കെതിരെ മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ പ്രതികരണവും ഇതോടൊപ്പം വിവാദത്തിലാവുന്നുണ്ട്. അവരെ മാത്രമല്ലല്ലോ മാറ്റിയത്, വേറെ ഒരുപാട് ആളുകളെ മാറ്റിയല്ലോ. അവരെ മാത്രം മാറ്റി എന്താ പ്രശ്നം? അവരെല്ലാം ഒരുപാട് നാളുകളായി അവിടെ ഇരിക്കുന്ന പലരെയും മാറ്റി, പല സ്ഥലത്തു നിന്ന് അവരെ അടക്കം മാറ്റി. എന്താ കുഴപ്പം? അത് ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വലിയ പത്രസമ്മേളനം ആക്ഷേപമൊക്കെ ഇട്ടു. എൻ്റെ തിരിച്ചുള്ളൊരു ചോദ്യം കേട്ടോ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ കാര്യം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ? എന്താ ഇത്ര ഇൻട്രസ്റ്റ്? പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ ഇൻട്രസ്റ്റ് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ? എന്നെ കൊണ്ട് ചോദിപ്പിക്കല്ലേ കേട്ടോ. ആ ഭീഷണി അത്ര ശരിയായ ഭാഷയായിരുന്നില്ല. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാം, വളരെ കൃത്യമായി തന്നെ പറയാം. ഇന്ന കാരണങ്ങൾ കൊണ്ട് അത് ജില്ലാ സെക്രട്ടറി പറയാൻ പാടില്ല എന്ന്. പക്ഷേ ജില്ലാ സെക്രട്ടറി പറയുന്നതിന് പാർട്ടിയിലെ കണ്ണൂരിലെ നേതാക്കളുടെ പിന്തുണയുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അതേസമയം പിന്തുണ തീരെയില്ലെന്ന് പറഞ്ഞുകൂടാ. പിന്തുണയുമായി എത്തിയ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് KK രാഗേഷ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളെന്നാണ്. അഭിപ്രായം എന്താണെന്ന് യഥാർത്ഥത്തിൽ വ്യക്തമല്ല. അദ്ദേഹം ഏത് കോണ്ടെക്സ്റ്റിൽ ഏത് കാര്യത്തെ സംബന്ധിച്ചാണ് പറഞ്ഞതെന്ന്. ഇത് അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് മുഴുവൻ അറിയാം. ഈ കച്ചവടത്തിൽ ഈ 49% ഷെയർ വിൽപ്പനയിൽ വൻ തോതിലുള്ള കൊള്ള നടക്കുന്നു എന്നുള്ള കാര്യം ശൈലജ ടീച്ചർ പറഞ്ഞത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ഗവൺമെൻറ് മാറുമ്പോഴത്തേക്ക് ഉദ്യോഗസ്ഥരെയെല്ലാം മാറ്റാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക പ്രശ്നം മുൻ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനു മുമ്പും അദാനിയുടെ ഭാഗത്തു നിന്നും ഈ ദിവ്യ S അയ്യരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഉണ്ടായിരുന്നു. അന്ന് നമ്മളത് അനുവദിച്ചില്ല. രാഗേഷിൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ അവർ നല്ല ഓഫീസറാണ്, അവരെ മാറ്റേണ്ടിയിരുന്നില്ല എന്നുള്ള സാധാരണ ഒരു കോമൺ ടോക്ക് അത്രയേ ഉള്ളൂ. അവരെ മാറ്റിയത് ബോധപൂർവമായിരിക്കും.
അവർ നല്ല ഓഫീസറായിരുന്നു, സ്റ്റേറ്റിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഓഫീസറായിരുന്നു. മാറ്റി ആരെയാണ് വെച്ചത്? അവിടെയാണ് പ്രശ്നം വന്നത്. ഇത് വിഭാഗീയത എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നത് വിഴിഞ്ഞം കൊണ്ട് മാത്രമല്ല. MA ബേബി മലപ്പുറത്ത് സ്ഥാനാർത്ഥി നിർണയത്തെ പറ്റി നടത്തിയ പരാമർശവും നിയമസഭയിൽ KN ബാലഗോപാൽ നടത്തിയ LOP ഇടപെടണം എന്ന പരാമർശവും ഒക്കെ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ പാർട്ടിയിൽ ഒരു പടയൊരുക്കം നടക്കുന്നതിന്റെ സൂചനയായി കാണുന്നവരുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഒരു വശത്ത് പിണറായി വിജയനും MV ഗോവിന്ദനും അടക്കമുള്ള ചുരുക്കം ചില നേതാക്കൾ, ആ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത നേതൃത്വത്തിനെതിരെ പ്രതിഷേധമുള്ള മറ്റൊരു വിഭാഗം മറുവശത്ത്. ഇങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. ഈ അഭിപ്രായ വ്യത്യാസം വിഴിഞ്ഞത്ത് ഒതുങ്ങുമോ അതോ ഇനി അങ്ങോട്ട് സ്ഥിരമായി ഉണ്ടാകുമോ? കാത്തിരുന്ന് കാണാം.